കോഴിക്കോട് താമരശ്ശേരിയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ടിനെതിരെയുള്ള ജനകീയ സമരം വീണ്ടും ആരംഭിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് സമരം ചെയ്യുന്നത്. ഫ്രഷ് കട്ടിന് സമീപം നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ അമ്പലമുക്കിലാണ് പന്തൽ കെട്ടി സമരം. കോഴിക്കോട് താമരശ്ശേരിയിൽ കോഴിയാറമാലിന്റെ സംസ്കരണ പ്ലാന്റായിട്ടുള്ള ഫ്രഷ് കട്ടിനെതിരെയുള്ള സമരം കുറെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ മാസം ആ സമരത്തിനിടയിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ആ അക്രമ സംഭവങ്ങളെ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ആ സമരം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇരുതുള്ളിപ്പുഴ ജനകീയ സംരക്ഷണ സമിതി ജനകീയ സമര പന്തൽ എന്ന പേരിലാണ് ആ സമരം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. അമ്പലമുക്കിലാണ് ആ സമരപ്പന്തലുള്ളത്. സ്ത്രീകളും കുട്ടികളും ഇവിടെയുള്ള ജനപ്രതിനിധികളും തുടങ്ങിയ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് സമരപ്പന്തൽ ഒരുക്കിയിട്ടാണ് ആ സമരം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ സമരങ്ങൾ ഉണ്ടാകും. ആ സമരങ്ങൾക്ക് ശേഷം ഫ്രഷ് കട്ടിന് നിരോധനാജ്ഞ, ആ നിരോധനാജ്ഞ മാറിയാലുടൻ നേരത്തെ ഒരുക്കിയ സമരപ്പന്തലിലേക്ക് വീണ്ടും സമരത്തെ കൊണ്ടുപോകുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. എം.എൻ. കാരശ്ശേരി മാഷാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ഈ സമരം വിജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ തദ്ദേശ തിരഞ്ഞെടുപ്പടക്കം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം എം.എൻ. കാരശ്ശേരി മാഷ് ഈ സമരക്കാരോട് പറയുകയും ചെയ്തു. സമരവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ സമരം വിജയം കാണുന്നത് വരെ സമരരംഗത്ത് ഈ നാട് ഒന്നടങ്കണ്ടാവും. നേരത്തെ സമരസമിതി എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ മാത്രമായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു നാട് ഒറ്റക്കെട്ടായി ഈ സമരസമിതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇത് വിജയം കാണുന്നത് വരെ ഈ സമരം തുടരുന്ന ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ്. 5 വർഷമായി നമ്മൾ തുടരെ ഒരു സമാധാനപരമായിട്ടാണ് ഇതുവരെ സമരം ചെയ്തത്. അന്ന് ഒരു അക്രമത്തിന് മാത്രം ഒതുങ്ങുന്നതെന്ന് വെച്ചാൽ അവരെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ്. പിന്നെ ഏതൊരാളും പിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കാത്തോലെ ആരും ഉണ്ടാവില്ലല്ലോ. സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ എന്ത് തന്നെ ആയാലും മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഒരെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് പറയുകയും ചെയ്യുന്നത്. അതൊക്കെ എല്ലാവരും ചിന്തിക്കുകയാണോ? അത് ചിന്തിക്കായിട്ട് മനസ്സിലാക്കായിട്ടാണ് പറയുന്നത്. രാത്രി ആരും കിടന്നുറങ്ങുന്നില്ല. അത് തന്നെ എന്തായാലും സമരവുമായിട്ട് ഈ ജനങ്ങൾ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഞങ്ങളെ വിടരുതേ, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാകരുതേ എന്നുമാണ് ഇവരൊക്കെ പറയുന്നത്. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.